ദ ലൈൻ ഡസ് നോട്ട് മീറ്റ് ദ ഹൈപ്പർബോള. ഈ ലൈൻ ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്നില്ല. ഹൈപ്പർബോളയിൽ നിങ്ങൾ പഠിച്ചതാണ് x² പ്ലസ് -y²/b² = 1. ആ ഹൈപ്പർബോളയെ y = mx + c എന്ന് പറയുന്ന ലൈൻ ടച്ച് ചെയ്യണം. ടാൻജൻ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ c² = a²m² - b². ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടീഷൻ c² < a²m² - b². Two distinct numbers a and b are selected from first 50 numbers. The probability that their product ab is divisible by 3. Product divisible by 3 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 number is a multiple of 3 ആയാൽ മതി. അപ്പോൾ 2 3 എടുക്കാം, അല്ലെങ്കിൽ 3 6 എടുക്കാം, ഇതൊക്കെ എടുക്കാൻ പറ്റും. sin⁻⁻8നെ 1/sin⁻⁸ ആക്കും. അപ്പോൾ cosec⁻⁸ ആവും. cosec⁻⁸നെ cosec⁻6 × cosec² ആക്കും. cosec⁻6നെ cosec² ആക്കും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 2026 JEE മെയിൻ ജാനുവരി 22 ഷിഫ്റ്റ് 1 മാത്തമാറ്റിക്സ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ജാനുവരി 22 ഷിഫ്റ്റ് 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസിയേഷൻ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, മാക്സിമ മിനിമ. f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മാക്സിമം വാല്യൂ ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് f'(x) കണ്ടുപിടിക്കാം. f'(x) = 2025 x⁻2024 minus 2000 into x⁻1999 = 0. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ = 0 എന്ന് കൊടുത്ത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുന്നു. x⁻199 ഔട്ട്സൈഡ് എടുത്താൽ 2025 x⁻25 minus 2000 = 0 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഇതിനകത്തുനിന്ന് x = 0 കിട്ടും. അത് ഇൻ്റർവെല്ലിലെ ഒരു പോയിൻ്റാണ്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. സെക്കൻഡ് പാർട്ട് = 0 കൊടുത്താൽ x⁻25 ഇത് റൈറ്റിലേക്ക് പോയാൽ 2000/2025 എന്ന് കിട്ടും. 25 വെച്ച് ഡിവൈഡ് ചെയ്താൽ 80/81 കിട്ടും. സോ x = what? 80/81 the whole raised to 1/25 എന്ന് കിട്ടും. ഇനി ഇൻ്റർവെല്ലിലെ എൻഡ് പോയിന്റ്സ് നമ്മൾ ഫംഗ്ഷനിൽ കൊടുത്താൽ, ഫംഗ്ഷനിൽ ഇൻ്റർവെല്ലിലെ എൻഡ് പോയിന്റ് കൊടുത്താൽ f(0) കൊടുത്താലും f(1) കൊടുത്താലും f(0) എന്ന് കൊടുത്താലും f(1) കൊടുത്താലും ആൻസർ ബിക്കം 0. ദെൻ നമുക്ക് ഇവിടെ കൊടുക്കാം. f(80/81) whole raised to 1/25 ഈ വാല്യൂ നമ്മൾ എക്സിന് കൊടുത്താൽ x⁻2025 വന്നു കഴിഞ്ഞാൽ 80/81 the whole raised to 25 whole raised to 2025 2025/25 minus 80/81 the whole raised to 2000/25 which is equal to, simplify ചെയ്താൽ എന്ത് കിട്ടും? 80/81 the whole raised to 81 minus 80/81 the whole raised to 80 which is equal to
ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് n എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 80/81 ഔട്ട്സൈഡ് എടുത്താൽ 80/81 ദ ഹോൾ റൈസ് ടു 80 ഔട്ട്സൈഡ് എടുക്കാം നമുക്ക്. ദ ഹോൾ റൈസ് ടു 80 ഔട്ട്സൈഡ് എടുത്താൽ -1 കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 80/81 ദ ഹോൾ റൈസ് ടു 80 ഇൻറ്റു -1/81 എന്ന് കിട്ടും. അവർ തന്നിരിക്കുന്ന ആൻസർ നോക്കൂ, ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 80/80 അതിവിടെ ഓൾറെഡി ഉണ്ട്. ഇനി മൈനസ് 81/80 വരും. അത് നമ്മൾ ഇത് 81/80 81/1, അപ്പോൾ അത് 81/81 എന്ന് വരും. ഡിനോമിനേറ്ററിൽ -1/81/81. ഓക്കെ, ഇത് ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു 80/80 ഇൻറ്റു ഈ മൈനസിനകത്തേക്ക് കൊടുത്താൽ 81 -81 എന്ന് കിട്ടും. 1/a⁻m എന്ന് കൊടുക്കാം. ഈ മൈനസിനകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫോർമുല സോ n = what? n = -81. സെക്കൻഡ് ഓപ്ഷൻ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ മാക്സിമം മിനിമം എന്നുള്ള കൺസെപ്റ്റിൽ. നെക്സ്റ്റ് ഡിറ്റർമിനൻറ്റിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ്. ഡിറ്റർമിനന്റ് ഓഫ് a⁻2025 -3a⁻2024 പ്ലസ് a⁻2023 ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. a⁻2023 ഔട്ട്സൈഡ് എടുത്താൽ ഡിറ്റർമിനന്റ് a⁻2023 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് a⁻2 എന്ന് എഴുതാം. ബിക്കോസ് ഡിറ്റർമിനന്റ് ഓഫ് a⁻n is equal to ഡിറ്റർമിനന്റ് a the whole raised to n into determinant of a square minus 3a plus I എന്ന് വരും, which is equal to. ഇനി നമ്മൾ കെയ്ലി ഹാമിൽട്ടൺ തിയറം, എവരി സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ 2/2 മെട്രിക്സ് ആണ് എ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 7a, എ സ്ക്വയർ മൈനസ് സം ഓഫ് ഡയഗണൽ ഇൻറ്റു എ പ്ലസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഐ. അതായിരുന്നു 2/2 മെട്രിക്സിൻ്റെ ഇക്വേഷൻ. ഡിറ്റർമിനന്റ് ഓഫ് എ is equal to എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് എ is equal to 10 minus 9, that is 1. 1 into I is equal to 0. Characteristic equation a square minus sum of diagonal into a plus determinant a into I equal to 0. അപ്പോൾ ഈ കൺസെപ്റ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we get ഡിറ്റർമിനന്റ് a is equal to നമുക്ക് 1 കിട്ടി. സോ 1/2023 ഇൻറ്റു ഈ തന്നിരിക്കുന്ന ഇക്വേഷന് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് ഇതിനകത്തുനിന്ന് എ സ്ക്വയർ മൈനസ് 3a പ്ലസ് ഐ സീക്വൽ ടു 4a എന്ന് എഴുതാം. 7a -3 -4a എന്ന് എഴുതി -4a റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിന് പകരം 4a എന്ന് കൊടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 1/2023 is 1. Determinant of 4a is equal to 4n. n is the order. Here order is 2 into determinant a. Determinant a is 1. 4 square is 16. Second option is correct. Another easy question. Third questionലേക്ക് വന്നാൽ ഹൈപ്പർബോളയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ഹൈപ്പർബോള. The line does not meet the hyperbola. ഈ ലൈൻ ഹൈപ്പർബോളയെ മീറ്റ് ചെയ്യുന്നില്ല. ഹൈപ്പർബോളയിൽ നിങ്ങൾ പഠിച്ചതാണ് x²/a² പ്ലസ് -y²/b² ഈക്വൽ ടു 1. ആ ഹൈപ്പർബോളയെ y = mx + c എന്ന് പറയുന്ന ലൈൻ ടച്ച് ചെയ്യണം. ടാൻജൻ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ c² = a²m² - b². ഇവിടെ ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ കണ്ടീഷൻ c² < a²m² - b². അപ്പോൾ
ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ ഹൈപ്പർബോളയെ കൊടുക്കുക. വി ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ്. അപ്പോൾ ഹൈപ്പർബോളയും ലൈനും മീറ്റ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നോ കോമൺ പോയിന്റ്, സോ ഇറ്റ്സ് ഡിസ്ക്രിമിനൻ്റ് ഈസ് നെഗറ്റീവ്. ലൈനിനകത്തുനിന്ന് y ഈക്വൽ ടു എന്ന് എഴുതുന്നു, അത് ഹൈപ്പർബോളയെ കൊടുക്കുന്നു, എക്സിലുള്ള ക്വാഡ്രാറ്റിക് കിട്ടുന്നു. ലൈനും ഹൈപ്പർബോളയും മീറ്റ് ചെയ്യുന്നില്ല, ദർ ഇസ് നോ കോമൺ പോയിന്റ്, സോ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾക്കൊരു പോയിന്റ് കിട്ടില്ല, ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മെത്തേഡ് സ്വീകരിക്കുകയാണ്. ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ y ഈക്വൽ ടു മൈനസ് ആൽഫ ബൈ 2x പ്ലസ് 1/2 എന്ന് വരും. ആൽഫ എക്സ് റൈറ്റിലേക്ക് കൊണ്ടുപോയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഹൈപ്പർബോളയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x²/9 മൈനസ് y² ഈക്വൽ ടു 1 എന്ന് വരും. അപ്ലൈ ദിസ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് കണ്ടീഷൻ c² ലെസ് ദാൻ c² എന്ന് പറഞ്ഞാൽ ഇത് y ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള ഫോമിലാണ്. c² ലെസ് ദാൻ a² ഉണ്ട് കേട്ടോ, a² m². a² is 9², m² is c² is 1/4. 1/4 less than a² m². m² become alpha square by 4 minus b². b is 1. Okay. That implies -1 ലെഫ്റ്റിലേക്ക് വന്നാൽ +1 വരും. 5/4 ലെസ് ദാൻ 9² വേണ്ടല്ലോ, 9 മതി, a² എന്നല്ലേ ഉള്ളൂ, 9. 9 alpha square by 4. This cancelled. That implies alpha square greater than 5/9. Alpha greater than √5/3. That implies alpha greater than √5, approximately 2.2. 2.2/3. 2.2/3 എന്ന് പറഞ്ഞാൽ 0.72110 സി 0.73യേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും ആൽഫ. സോ ആൻസർ ബിക്കം 0.8. ലീസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചത്, പോസിബിൾ വാല്യൂ 0.73യേക്കാൾ വലുതായിട്ടുള്ള പോസിബിൾ വാല്യൂ 0.8, തേർഡ് ഓപ്ഷൻ. രണ്ട് മെത്തേഡ് ചെയ്യാം, രണ്ട് മെത്തേഡ് ചെയ്താലും പ്രശ്നമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എ പിയിൽ നിന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ എ പി. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, ദാറ്റ് ഈസ് S4 ഈക്വൽ ടു 4/2 2 into 2a plus n-1 3t ഈക്വൽ ടു വാട്ട്? 6. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ എ പി ഈസ് 6. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എഴുതാം 2a plus 3d ഈക്വൽ ടു 3, ഇക്വേഷൻ 1. 2 റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. സം ഓഫ് ഇറ്റ്സ് 6 ടേംസ്, ദാറ്റ് ഈസ് S6 ഈക്വൽ ടു വാട്ട്? 6/2, ദാറ്റ് ഈസ് 3 into 2a plus 5d ഈക്വൽ ടു എത്രയാണ്? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 4. 3 റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ 2a plus 5d equal to 4/3, equation 2. Solve these two equations. Subtract 2 minus 1. Subtract 2 minus 1. 2a minus 2a is 0. 5d minus 3d, it is 2d, is equal to 4/3 minus 3, equation 2 minus 1. That implies d is equal to minus 5/6. Am I correct? 4 minus 9, it is minus 5/6. From equation 1, we get d is equal to minus 5/6 കൊടുത്താൽ 2a plus 3 into minus 5/6 equal to 3. These two cancel, it become 2. 2a is equal to 3 plus 5/2, which is equal to 11/2. So 2a is equal to what? 2a is equal to 11/2. നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്?
Then the sum of first 12 terms, S12 is equal to 6 into 2a plus 11d, which is equal to 6 into 2a is 11 by 2 plus 11d, 11 into minus 5 by 6, 11 into minus 5 by 6. 11 is taken common, 6 into 11, 1 by 2 minus 5 by 6, 6 into 11 into 6 is taken as LCM, 3 minus 5, 3 minus 5 minus 2 by 6 അല്ലേ, 6 LCM ആയിട്ട് എടുത്താൽ minus 2 by 6, 6 cancel, ആൻസർ become minus 22, ഫോർത്ത് ഓപ്ഷൻ. വളരെ സിമ്പിൾ, ഒരു NCERT ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ NCERTയിൽ വെറുതെ സമ്മ തന്നിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് പോലെ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 3-dimensional ജിയോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. ഇമേജ് ഓഫ് എ പോയിന്റ് ഇൻ ദ ലൈൻ ഈസ് Q. ഈ ലൈനെ നമുക്ക് L എന്ന് വിളിച്ചാൽ ഇമേജ് ഓഫ് ദ ലൈൻ വിത്ത് റെസ്പെക്ട് ടു ദ പോയിന്റ് P12A, ഈ പോയിന്റ് വെച്ചിട്ടുള്ള ഈ ലൈൻ്റെ ഇമേജ് ആണ് Q. Q ബിക്കം 5BC. ദെൻ ABCയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സി, ഇതിൽ ഒരു ആർബിട്രറി പോയിന്റ് എടുക്കുന്നു. വി ടേക്ക് ആൻ ആർബിട്രറി പോയിന്റ് R. R എന്നുള്ളൊരു ആർബിട്രറി പോയിന്റ് എടുത്താൽ സീക്കൽ ടു ലാംഡ കൊടുത്താൽ എന്ത് കിട്ടും? 3 ലാംഡ പ്ലസ് 6 സീക്കൽ ടു ലാംഡ എന്ന് കൊടുത്താൽ 3 ലാംഡ പ്ലസ് 6, 2 ലാംഡ പ്ലസ് 7. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, Z മൈനസ് 7 ബൈ മൈനസ് 2 ആണ്. സോ മൈനസ് 2 ലാംഡ പ്ലസ് 7 എന്ന് വരും. ശരിയല്ലേ? Z മൈനസ് 7 ബൈ മൈനസ് 2 വരും, അങ്ങോട്ട് ചെല്ലുന്നു. ഇനി ഇതാണ് ഒരു ആർബിട്രറി പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലാംഡ കണ്ടുപിടിക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഈ തന്നിരിക്കുന്നത്. സി, ലാംഡ വേണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും പെട്ടെന്ന് കിട്ടുക എന്ന് വെച്ചാൽ PQൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും R. R ഈസ് മിഡ് പോയിന്റ് ഓഫ് PQ. അപ്പം ഇതിൻ്റെ മിഡ് പോയിന്റ് വരുമ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും അല്ലേ? എക്സ് കോർഡിനേറ്റ് 3 ആയിരിക്കില്ല, x1 പ്ലസ് x2 ബൈ 2. അപ്പോൾ 3 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് 3 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 3 എന്നും ലാംഡ ഈക്വൽ ടു -1 എന്നും കിട്ടും. ലാംഡ -1 ആണെങ്കിൽ വി ഗെറ്റ് ദ മിഡ് പോയിന്റ് 3, ദെൻ ലാംഡയ്ക്ക് -1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് കിട്ടും? -7 - 2 ദാറ്റ് ഈസ് 5. ലാംഡയ്ക്ക് -1 ഇവിടെ കൊടുത്താൽ 7 + 2 9. ഓക്കെ, അപ്പോൾ മിഡ് പോയിന്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ B + 2/2 ഈക്വൽ ടു 5 എന്നും പിന്നെ A + C/2 ഈക്വൽ ടു 9 എന്നും വരും അല്ലേ? PQൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു x1 + x2 ബൈ 2. അങ്ങനെയാണെങ്കിൽ B ഈക്വൽ ടു 10 - 2 8. A നമുക്കറിയില്ല, സിയും അറിയില്ല, അത് രണ്ടും കിട്ടണം, എയും സിയും കിട്ടണം. B മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാം. സി, PR പെർപെൻഡിക്കുലർ ടു L അല്ലേ? PR പെർപെൻഡിക്കുലർ ടു L അല്ലേ? അപ്പോൾ ഡയറക്ഷൻ റേഷ്യോ A1 A2 + B1 B2 + C1 C2 0 ആയിരിക്കില്ലേ? അപ്പോൾ PRൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്തു വരും? 3 - 1 2, 5 - 2 3, then 9 - A. Lൻ്റെ ഡയറക്ഷൻ റേഷ്യോ 3, 2 - 2 വരും കേട്ടോ, മറക്കരുതേ. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 6 + 6 -18 + 2A ഈക്വൽ ടു 0.
അല്ലേ? A1 A2 B1 B2 C1 C2 0. ഇതിനകത്ത് നിന്ന് -6 + 2a = 0. a = 3 എന്ന് കിട്ടും. അല്ല, a = 3 കിട്ടും. ശരി, a = 3. a = 3 എടുത്ത് ഇവിടെ കൊടുത്താൽ 3 + c = 18 വരും. അങ്ങനെയാണെങ്കിൽ c = 15 കിട്ടും. ഓക്കെ, അപ്പോൾ എ ബി സി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷൻ എന്ത് വരുമെന്ന് നോക്കാം. a² + b² + c². a² എന്ന് പറയുമ്പോൾ 9 കിട്ടും. a² എന്ന് പറയുമ്പോൾ 9 കിട്ടും. b² എന്ന് പറയുമ്പോൾ 64 വരും. c² 225 കിട്ടും. ഓക്കെ, സോ 9 + 9 8 വരും. 8 വരുന്ന ഓപ്ഷൻ 298 ആണുള്ളത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. അതൊക്കെ സാവകാശം വായിച്ച് ചെയ്യാവുന്ന 3Dയിൽ ഒരു ക്വസ്റ്റ്യൻ. വീണ്ടും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ 3Dയിൽ നിന്ന് തന്നെയാണ്. ആൽഫ ബീറ്റ ഗാമ ബി എ പോയിന്റ് ഓൺ ദ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 4√14 ഫ്രം ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ ഞാൻ Q എന്ന് വിളിക്കുന്നു. ഓക്കെ, സി = ലാംഡ എന്ന് കൊടുത്താൽ P is any point on the line. P is taken as 2 lambda plus 1 minus 3 lambda minus 1 and lambda. This is taken as P. That is alpha, beta, gamma. Lambda കിട്ടിക്കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഗാമ കിട്ടും. Because P is a point on this line. That gives PQ = 4√14. PQ² = 16 × 14. What is PQ²? Applying distance formula. 2 lambda plus 1 minus 1, which is 2 lambda the whole square. x2 minus x1 the whole square plus y2 minus y1 the whole square. 3 lambda the whole square plus lambda square = 16 × 14, which is equal to 4 lambda square plus 9 lambda square plus lambda square = 16 × 14. This become 14 cancelled. So lambda square = 16. Lambda is equal to +4 - 4. ഇനി അവർ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, this point P at a distance 4√14 from the point Q and nearer to the origin. ഒറിജിനോട് ഏറ്റവും അടുത്തതായിരിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ P എന്ന് പറയുന്ന പോയിന്റ് ലാംഡയ്ക്ക് നിങ്ങൾ 4 എന്ന് കൊടുത്താൽ 9 പിന്നെ -13 4 എന്ന് കിട്ടും. ലാംഡയ്ക്ക് 4 കൊടുത്താൽ. അതേസമയം -4 ആണ് കൊടുക്കുന്നത് എങ്കിൽ -7. ഇവിടെ -12 - 1 11 then -4. നോക്കൂ, OP എന്ന് പറയുന്നത് മിനിമം ഇതായിരിക്കും. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുമ്പോഴേ √((2 + ഇതായിരിക്കും മിനിമം. അതുകൊണ്ട് ലാംഡയ്ക്ക് -4 എടുത്താൽ മതി. അപ്പോൾ P എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി എന്താണ് അടുത്ത ചോദ്യം? എന്താ ഷോർട്ടസ്റ്റ് P കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ആൽഫ ബീറ്റ ഗാമ. ആൽഫ ബീറ്റ ഗാമ കിട്ടി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ്, ഈ 2 ലൈൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. ഡിറ്റർമിനന്റ് x2 - x1. അപ്പോൾ 5 - ആൽഫ. അപ്പോൾ -5 - ആൽഫ എന്ന് പറഞ്ഞാൽ -7. അടുത്തത് y2 - y1 10 - ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ 11. അടുത്തത് z2 - z1 3 - ഗാമ. ഗാമ എന്ന് പറയുന്നത് -4. then 1 2 3 2 1 1 by √. ഡയറക്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന എഴുതിയാൽ മതിയല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് ബിക്കം -2
അല്ല 2 into 2 minus 3 minus 1 plus 1 into 1 minus 6 minus 5 plus 7 into 1 minus 4 minus 3 by root of ഇതിൻ്റെ സ്ക്വയർ 1 വരും, ഇതിൻ്റെ സ്ക്വയർ 25 വരും, ഇതിൻ്റെ സ്ക്വയർ 9 വരും, which is equal to, take its modulus, 5 21 plus 7 28 വരും, 28 by root of 35 വരും, 28 by root of 35 വരും. ഓപ്ഷനിലേക്ക് വരുന്നില്ലേ? നമുക്കിതിനെ 7 into 4 എന്ന് എഴുതി, താഴെ √7 into √5 എന്ന് എഴുതി, ഇത് കട്ട് ചെയ്ത് പോയി ഒരു √7 ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ 4 into √7 by √5 എന്ന് എഴുതാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഈസി എന്ന കാറ്റഗറി പെടുത്തിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ദാറ്റ്സ് ഫ്രം റിലേഷൻസ്. The relation on set 1, 2, 3, etc. 16 is given by 4y equal to 5x minus 3. I write y is equal to 5x minus 3 by 4. The minimum number of elements required to added in R in order to make the relation is symmetric. എക്സിന് 1 കൊടുത്താൽ 5 മൈനസ് 3 by 2 y കിട്ടില്ല. എക്സിന് 2 കൊടുത്താൽ 10 മൈനസ് 3 പറ്റില്ല. എക്സിന് 3 കൊടുത്താൽ 15 മൈനസ് 3 8 കിട്ടും. അപ്പോൾ എക്സിന് 3 കൊടുത്താൽ 15 മൈനസ് 3 3 2 എന്നൊരു ഓർഡേർഡ് പെയർ ഇതിനകത്ത് വരും. കാരണം എക്സും വൈയും ഈ സെറ്റിൽ നിന്ന് എടുക്കാമുള്ളൂ. ദിസ് റിലേഷൻ ഡിഫൈൻഡ് ഓൺ സെറ്റ് എം. 3 4 5 6. എക്സിന് 6 കൊടുത്താൽ പറ്റുമോ? പറ്റൂല്ലോ. 30 മൈനസ് 3 27 പറ്റില്ല. 7 കൊടുത്താൽ പറ്റും അല്ലേ? എക്സിന് 7 കൊടുത്താൽ 35 മൈനസ് 3 എത്ര കിട്ടും? 32 8 വരും. then അല്ലെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ. 3 കൊടുത്താൽ 15 മൈനസ് 3 12 ആണ്. 12 by 4 3 കിട്ടുള്ളൂ. അടുത്തത് 32 കിട്ടും. ശരി. 7 8 9 10 11 കൊടുത്താൽ 55 മൈനസ് 3 52 കിട്ടും അല്ലേ? 11 കൊടുത്താൽ 55 മൈനസ് 3 52 by 4 എത്ര കിട്ടും? 13 കിട്ടും. ശരിയല്ലേ? 52 by 4 13 കിട്ടും. ഇനി ഓർഡേർഡ് പെയർ എഴുതാൻ പറ്റില്ലല്ലോ, കാരണം അടുത്ത നമ്പർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 ഒരു പ്രോഗ്രഷൻ പോലെ പോകുന്നത്. 7 11 അടുത്ത് 15 എഴുതാം. 15 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 75 മൈനസ് 3 72 ഇത് കടന്നു പോകും. എഴുതാൻ പറ്റുമോ? 15 എഴുതി കഴിഞ്ഞാൽ 75 72 എന്ന് പറയുമ്പോൾ നമുക്ക് ഈ റേഞ്ച് കടന്നു പോകും. 18 വരും. 16 വരെ ഇതിനകത്ത് അലൗഡ് ഉള്ളൂ. അപ്പോൾ 6 വരുന്ന എലമെന്റ്സ് ഇതാണ്. ഇത് സിമെട്രിക് ആവണമെങ്കിൽ ആരൊക്കെ ഇതിനകത്ത് ചേർക്കണം? 3 കട്ട് ചെയ്യാം, കാരണം ഇറ്റ്സ് ഓൾസോ സിമെട്രിക്. 7 8 പകരം 8 7 ചേർക്കണം. 11 13 പകരം 13 11 ചേർക്കണം. 2 എലമെന്റ് ചേർത്താൽ ഇറ്റ് ബിക്കംസ് സിമെട്രിക്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അനദർ ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. The line x equal to -1 divide the area of the region in the ratio m:n, then m+n. ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം റഫായിട്ട് ഫിഗർ ഒന്ന് വരച്ചേക്കാം. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 1 + x² = y എന്നും ആൻഡ് y = 3 - x എന്നും.
ഇത് പരാബോളയാണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1. എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറയുന്ന പരാബോളയാണ്. ഓപ്പൺ അപ്വാർഡ് അല്ലേ? അപ്പോൾ എക്സിന് 0 കൊടുത്താൽ വൈക്ക് 1 കിട്ടും. ഈ പരാബോള അല്ലേ? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ മൈനസ് 1. വൈക്ക് 1 കൊടുത്താൽ എക്സിന് 0 കിട്ടും. അടുത്തത് ലൈനാണ്. ലൈനകത്ത് എക്സിന് 0 കൊടുത്താൽ വൈക്ക് 3 വരും. വൈക്ക് 3 വരും. വൈക്ക് 0 കൊടുത്താൽ എക്സിന് 0 കൊടുത്താൽ വൈക്ക് എക്സിന് 3 വരും. കുറച്ചുകൂടെ ത്രീ ഓക്കെ. 1 പ്ലസ് എക്സ് സ്ക്വയറിനേക്കാൾ ചെറുതായിരിക്കണം വൈ. അപ്പോൾ 0 കൊടുത്താൽ ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഈ പോയിന്റ് എടുത്തു. ഈ പോയിന്റ് ഏതാണ്? 0,3 എന്നുള്ള പോയിന്റ്. ഈ പരാബോളയുടെ അകത്തുള്ളൊരു പോയിന്റ് എടുത്തു നമ്മൾ. 0,3 പരാബോളയെ കൊടുത്തേ. എക്സിന് 0 കൊടുത്തു, വൈക്ക് 0, വൈക്ക് 3. അപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് വരുന്നത്. ഇൻസൈഡ് ദിസ് റീജിയൻ എക്സും വൈയും പോസിറ്റീവ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്ന് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടണമെങ്കിൽ നോക്കൂ, ഇത് രണ്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. y ഈക്വൽ ടു 3 മൈനസ് എക്സ് കൂടെ കൊടുത്താൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 മൈനസ് എക്സ് എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 കിട്ടും. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 കിട്ടും. എക്സ് ഈക്വൽ ടു 1, -2 എന്ന് കിട്ടും. അപ്പോൾ ഈ പോയിന്റ് വന്നിട്ട് -2ഉം ഈ പോയിന്റ് 1ഉം വരും. ദിസ് പോയിന്റ് 1, ദിസ് പോയിന്റ് 0. ഇനി എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അവർ പറയുന്നു എക്സ് ഈക്വൽ ടു -1. എക്സ് ഈക്വൽ ടു -1. ഈ ലൈൻ, ഈ എൻറ്റയർ ഏരിയ ഉണ്ടല്ലോ, ഈ എൻറ്റയർ ഏരിയയെ കട്ട് ചെയ്യുന്നത് m:n എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഈ വൈറ്റ് ലൈൻ, ഈ ബ്ലൂ ഏരിയയെ കട്ട് ചെയ്യുന്നത് m:n എന്നുള്ള റേഷ്യോയിലാണ്. GCD 1 ആണ്. ദെൻ m+n കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത്രയല്ലേ അവർ ഉദ്ദേശിക്കുന്നു നോക്കിയേ. ഇൻ്റഗ്രൽ -2 മുതൽ -1 വരെ, -2 മുതൽ -1 വരെ. അപ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ 3 - x, മൈനസ് ലോവർ എന്ന് പറയുന്നത് പരാബോള 1 പ്ലസ് എക്സ് സ്ക്വയർ dx ബൈ -1 മുതൽ 1 വരെ, -1 മുതൽ 1 വരെ 3 - x മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയർ dx എന്ന് പറയുന്നതാണ് m/n എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ദിസ് ലൈൻ ഡിവൈഡ്സ് m:n, ദെൻ m+n ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ -1 to 1 സി 3 - 1 2 വരും, 2x അല്ല 3 - 1 2 വരും, അതിൻ്റെ ഇൻ്റഗ്രൽ 2x മൈനസ് എക്സ് ഇറ്റ്സ് ഇൻ്റഗ്രൽ -x²/2 മൈനസ് എക്സ് ഇറ്റ്സ് ഇൻ്റഗ്രൽ -x³/3 ഫ്രം -2 to -1 ബൈ ദിസ് ബിക്കം 3 - 1 2 ഇൻ്റഗ്രൽ 2x മൈനസ് x²/2 മൈനസ് x³/3 ഫ്രം ലിമിറ്റ് -1 to 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ നടത്തിയാൽ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -2 -1/2 പ്ലസ് 1/3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -4 മൈനസ് 2 square is 4/2, that is 2 cube 8 plus 8/3 ഹോൾ ഡിവൈഡഡ് ബൈ ഇതിനകത്ത് 1 കൊടുക്കുമ്പോൾ
2 minus 1 by 2 plus 1, sorry, not plus, it is minus 1 by 3 minus -1 കൊടുക്കുമ്പോൾ -2 minus 1 by 2 plus 1 by 3. ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. -4 -2 ഇത് -6 കിട്ടും അല്ലേ. 2 + 6 എന്ന് പറയുമ്പോൾ അത് 4 കിട്ടും. -2 + 6 അത് 4 കിട്ടും. പിന്നെ -1 by 2 plus 1 by 3. 1 by 3 minus 8 by 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -7 by 3 കിട്ടും. പിന്നെ ഒരു -1 by 2 കൂടെ കൊടുക്കും. അപ്പോൾ 6 LCM ആയിട്ട് എടുത്താൽ -14 -3 -14 that is -17 by 6 by താഴെ എടുത്തു കഴിഞ്ഞാൽ 2 + 2 അത് 4 കിട്ടും. അത് ഓക്കെ. 1 by 2 - 1 by 3 എന്ന് പറഞ്ഞാൽ ഇത് -5 by 6 കിട്ടും. ഇതോ 1 by 3 - 1 by 2 വരും അല്ലേ. 1 by 3 - 1 by 2 -2 -3 -1 by 6 കിട്ടും. മൈനസ് പ്ലസ് വന്നിട്ട് -4 by 6 കിട്ടും. എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തെറ്റിട്ടോ. -4 by 6 വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് എത്രയാണ്? ആൻസർ തേർഡ് ഓപ്ഷനാണ് വരുന്നത്. തേർഡ് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 24 - 17 വേണമെങ്കിൽ നോക്കിയേക്കാം. 6 കട്ട് ചെയ്ത് പോയി. 24 - 17 എന്ന് വെച്ചാൽ 7 by ഇതോ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. 24 - 4 20 കിട്ടുന്നുണ്ട് കേട്ടോ. by 20 20 + 7 27. ഇതിനകത്തുള്ള കാൽക്കുലേഷൻ ഒരു വലിയ പ്രശ്നമാണ്. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, പലർക്കും തെറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോഡ് ജോയിനിങ് ദ പോയിന്റ്സ്. P1 x1 y1 and P2 x2 y2 on the parabola subtends at right angle at the vertex of the parabola. Then see, ഒരു പരാബോള വരച്ചു. ഈ പരാബോളയിൽ ഒരു കോഡ് ഈസ് P1 P2. This code subtend right angle. ഈ കോഡ് റൈറ്റ് ആംഗിളിൽ ഒറിജിനിൽ സബ്സ്റ്റൻറ്റ് ചെയ്യുന്നു എങ്കിൽ x1 x2 - y1 y2 ആണ് ചോദ്യം. അപ്പോൾ ഇത് P2 P1 അങ്ങനെ എടുത്തോളൂ, അതിന് കുഴപ്പമില്ല. സി, ഞാനപ്പോൾ പാരാമെട്രിക് കോർഡിനേറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എ എന്ന് പറയുന്നതിനകത്ത് 3 വരും അല്ലേ. പാരാമെട്രിക് കോർഡിനേറ്റ് എടുത്താൽ പി എന്ന് പറയുന്നത് a_t1² 2a_t1. അപ്പോൾ 3t1², 6t1. ഇവിടെ a_t2², 2a_t2, 6t2. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് x1 y1 എന്ന് എടുക്കാം. ദിസ് ബിക്കം x2 y2. അപ്പോൾ x1 × x2 എന്ന് പറഞ്ഞാൽ x1 x2 - y1 y2 എന്ന് പറഞ്ഞാൽ x1 × x2 എന്ന് പറഞ്ഞാൽ 9 × t1 t2 the whole square കിട്ടും. മൈനസ് y1 y2 എന്ന് പറഞ്ഞാൽ 36 × t1 t2 കിട്ടും. ഇപ്പോൾ t1 t2 എത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഈ ഒ P1-ൻ്റെയും ഒ P2-ൻ്റെയും സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് -1 ആയിരിക്കും. ബിക്കോസ് ദീസ് ടു ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ y2 - y1 6t1 by 3t1² into 6t2 by 3t2² equal to -1. This cut
this cut. So 4 by T1 cut, T1 T2 is equal to -1. T1 T2 is equal to what? Which is -4. Substitute here. 9 into 16 minus 36 into -4. Okay. See, 16 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. 16 ഔട്ട് സൈഡ് എടുത്താൽ 9 പ്ലസ് 9 വരും അല്ലേ? 36നെ 9 into 4 എഴുതി, 4 into 4 16 എഴുതി. അപ്പോൾ 16 into 81. ഫസ്റ്റ് 6 വരുന്ന ഓപ്ഷൻ അല്ല, 81 അല്ല, 18 ഫസ്റ്റ് 8 വരുന്ന 288 വരും ആൻസർ. 288. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. Two distinct numbers A and B are selected from first 50 numbers. The probability that their product AB is divisible by 3. Product divisible by 3 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ നമ്പർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആയാൽ മതി. അപ്പോൾ 2 3 എടുക്കാം, അല്ലെങ്കിൽ 3 6 എടുക്കാം, ഇതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പ്രോഡക്റ്റ് ഡിവിസിബിൾ ബൈ 3 എന്നത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം 1 മൈനസ് നോട്ട് divisible by 3 ചെയ്താൽ മതി. That is 1 minus A and B are two distinct numbers. അതിനകത്ത് രണ്ട് നമ്പർ എടുക്കുന്നു. That is 50C2. അത് divisible by 3 ആയിരിക്കരുത്. divisible by 3 എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം കിട്ടും? 50 എണ്ണത്തിൽ 12 അല്ലല്ലോ, 16 അല്ലേ? 16 into 3 48 കിട്ടും. അപ്പോൾ 16 എണ്ണം ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ആ 16 ബാക്കി മാറ്റിയാൽ ബാക്കി 34 നമ്പേഴ്സ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ആ 34ൽ നിന്ന് രണ്ട് നമ്പർ സെലക്ട് ചെയ്യുന്നു, 1 മൈനസ്. അപ്പോൾ 34 into 33 ബൈ വരും, 1 into 2 കട്ടായി പോയി, 50 into 49 വരും. ഇതിന് കട്ട് ചെയ്യാൻ പറ്റിയ നല്ല കാര്യം, ഇത് 25 വരും. ദിസ് ബിക്കം 17 വരും. വേറെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ വരുന്നത് ഡിനോമിനേറ്റർ എല്ലാം 1225 ആണ് വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ അത് മൾട്ടിപ്ലൈ ചെയ്താൽ 1225 കിട്ടും. ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. കിട്ടും. കാരണം 25 into 50 into 25 ചെയ്ത് കഴിഞ്ഞാൽ 25 into 5 എന്ന് പറയുമ്പോൾ 125 അല്ലേ? ഇതിനകത്തുനിന്ന് ഒരു 25 കുറച്ചാൽ പോരാ, അപ്പോൾ 225. അത് ശരിയാണ്. ഇനി ഇത് എൽസിയം കാണുമ്പോൾ എന്ത് വരും എന്ന് നോക്കിയാൽ മതി. 1225 മൈനസ് ഈ ന്യൂമറേറ്റർ കുറച്ച് നോക്കിയാൽ മതി. ഓപ്ഷൻ കിട്ടുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷൻ സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ, 17 into 33 ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത ആൻസറിലേക്ക് എത്താം. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വെക്ടറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യനിൽ അവർ പറയുന്നു AB and AD are two sides. Then the projection vector V on the diagonal AC of a parallelogram. See, A, B, C, D, diagonal AC of a parallelogram. AC is equal to AD plus AB, which is equal to 2 plus I, that becomes 3I, 4 plus 2, that becomes 6J, plus lambda minus 5K. Let the projection V on the diagonal AC, projection is 1, projection V, so V dot AC by mod AC is equal to 1. That implies V dot AC dot product എടുക്കൂ, 1 into 3 3 plus 6 into 1 6 plus lambda minus 5 by root of 3 plus 36, sorry not 3, a square അല്ലേ, 9 plus 36 plus lambda minus 5 the whole square is equal to 1. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കൂ, ലാംഡയുടെ വാല്യൂ കിട്ടും. ആ ലാംഡയുടെ വാല്യൂ ഇവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. സോ
സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9 പ്ലസ് 9 മൈനസ് 5 4 പ്ലസ് ലാംഡ ദ ഹോൾ സ്ക്വയർ സീക്കൽ ടു 45 പ്ലസ് ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 25 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഇവിടെ എഴുതിയേക്കാം. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് ആട്ടോ. അപ്പോൾ ലാംഡ മൈനസ് 4 എന്നല്ലേ പറഞ്ഞു, ലാംഡ പ്ലസ് 4 ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ പ്ലസ് 16 ലാംഡ സ്ക്വയർ കട്ട് ശരിയാണെങ്കിൽ ഓക്കെ. then 18 lambda is equal to 45 plus 25 70 minus 16 മിസ്റ്റേക്ക് പറ്റിയല്ലോ. 70 minus 16 70 60 54 ലാംഡ is equal to 3 ശരിയാണോ? യെസ്, ലാംഡ is equal to 3. ലാംഡ 3 ഇവിടെ കൊടുത്താൽ 9x സ്ക്വയർ മൈനസ് 18x പ്ലസ് 5 is equal to 0. പ്രോഡക്റ്റ് 45 സം മൈനസ് 18 നമ്പേഴ്സ് 45 18 15ഉം 3ഉം കൊടുത്താലോ 9x സ്ക്വയർ മൈനസ് 15x മൈനസ് 3x മൈനസ് 15x പ്ലസ് 5 is equal to 0. 3x is taken common. 3x minus 1 minus 5 into 3x minus 1 is equal to 0. x equal to 1 by 3 comma 5 by 3. 2 ആൽഫ മൈനസ് ബീറ്റയിൽ തെറ്റ് വന്നിട്ടുണ്ടോ? ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റയാണ്. അപ്പോൾ 5/3 ആൽഫ ആയിട്ട് എടുക്കാം. 2 ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുമ്പോൾ 10/3 മൈനസ് 1/3 വരുന്നു. എസ് 9/3 ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഡയഗണല് ഒന്ന് സമ്മ് വരും, മറ്റത് ഡിഫറൻസ് വരും. അക്യൂട്ട് ആംഗിൾ ആണോ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്തു, ആൻസർ കിട്ടി. പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമ്പർ ഓഫ് സൊല്യൂഷൻ. യെസ്, ഡയറക്റ്റ് എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കുക. ലെഫ്റ്റ് സൈഡ് ഫോർമുല അപ്ലൈ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് x plus y that is 10x by 1 minus xy 24x square which is equal to pi by 6. That implies 10x by 1 minus 24x square is equal to tan 30. That is 1 by root 3. 24x square plus 10 root 3x minus 1 is equal to 0. Cross multiply, shifted to left side. X equal to minus b plus or minus root of b square 300 plus 96 by 48. X is equal to minus 10 root 3 plus or minus root 396 by 48. സി എക്സിന് 2 വാല്യൂസ് കിട്ടുന്നുണ്ട്. പ്രശ്നം എന്താണ്? ഇഫ് ദീസ് വാല്യൂസ് ലൈസ് ഇൻ ദീസ് ഇൻ്റർവെൽ ഓർ നോട്ട്, അവിടെയാണ് നമ്മുടെ പ്രശ്നം. ആ ഇൻ്റർവെലിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ. എങ്കിൽ അകത്ത് വരുന്നുണ്ടെങ്കിൽ 2 സൊല്യൂഷൻ അല്ലെങ്കിൽ 1 സൊല്യൂഷൻ. ജസ്റ്റ് ഒന്ന് ട്രയൽ ആൻഡ് എറർ വഴി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. -10 ഇൻറ്റു റൂട്ട് 3ക്ക് പകരം 1.7ഉം ഇതിന് പകരം ഒരു 20 അങ്ങ് കൊടുക്ക്, അപ്രോക്സിമേറ്റ്. അപ്പോൾ ഇത് -17 പ്ലസ് ഓർ മൈനസ് 20 by 48. സി ഇത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ -37 by 48ഉം വരും. ഇത് പ്ലസ് എടുത്തു കഴിഞ്ഞാൽ 3 by 48ഉം വരും അല്ലേ.
3/48 വരും. ഇതിനകത്ത് വാല്യൂസ് എടുക്കാൻ പറ്റുമോ? √6 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2.2 അങ്ങ് കൊടുത്താലോ, അപ്രോക്സിമേറ്റ്ലി 2.2. അപ്പം -1/4.4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/4.4. 4.4നും 4.4നും ഇടയ്ക്കായിരിക്കണം. 1/4.4. അപ്പം അത് ഈ വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റില്ലേ? കാരണം ഇതിപ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് വേണമെങ്കിൽ 2.6 ഒരു 2.4 എടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായില്ലേ. 2.4 എടുത്താൽ ഇത് 4.8 ആയി. അപ്രോക്സിമേറ്റ് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരുന്നു 4.8. അപ്പോൾ ഈ വാല്യൂവിനെ നമുക്കൊരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.3/4.8 എന്ന് വരില്ലേ. 0.3/4.8 ഇതിൻ്റെ ഇടയിലല്ലേ വരിക. ഇത് -37 അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ -3.7/4.8 ഇതിൻ്റെ പുറത്തായിപ്പോൾ. സോ ഒരു സൊല്യൂഷനുള്ളൂ, അത് മതി. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഡൊമൈൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഡൊമൈൻ കാണും, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ കാണും, ടേക്ക് ഇറ്റ്സ് ഇൻ്റർസെക്ഷൻ. സൈൻ ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ -1 and 1. So I take its mod value less than or equal to 1. Squaring both sides, 25 minus plus x square minus 10x less than or equal to 9 plus 12x plus 4x square. Squaring both sides. തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. 3x square plus 22x 3x square plus 22x minus 16 greater than or equal to 0. Product -48, sum 22, 24 and 2. 3x square plus 24x minus 2x minus 16 greater than or equal to 0. 3x is taken common, x plus 8 minus 2 is taken common, x plus 8 greater than or equal to 0. Just draw the number line. Which are the critical point? X equal to -8 and x equal to 2/3. Positive, negative, positive. From this case, we get -infinity to -8 union 2/3 to infinity, because this is positive. Consider logarithmic function. This 10 minus x is positive. That implies x less than 10. And 10 minus x not equal to 1. If 10 minus x equal to 1, log 1 becomes 0. 1/0 not defined. So x not equal to 9. X not equal to 9. Combining these two values, here we get, draw number line, -infinity and -8 and 2/3, 10. Okay. This inverse trigonometry says that you take any value from -infinity to -8. It is closed. -8 എടുക്കാം, നോ പ്രോബ്ലം. 2/3 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓർ 2/3 to infinity. ഇതാണ് ആരുടെ സ്റ്റാൻഡ്? ഇൻവേഴ്സിൻ്റെ സ്റ്റാൻഡ്. ബട്ട് ലോഗരിതം പറയുന്നത് അതല്ല മക്കളെ. ലോഗരിതം പറയുന്നു നിങ്ങൾ 10നേക്കാൾ ചെറിയ വാല്യൂ എടുക്കാവൂ. പിന്നെയോ അതിനകത്ത് 9 എടുക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ -infinity മുതൽ -8 വരെ എടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. യൂണിയൻ ഇതിങ്ങനെ പോരുക, അതുകൊണ്ടാണ് പറഞ്ഞത് യൂണിയൻ. 2/3 എടുക്കുന്നതിൽ പ്രശ്നമില്ല.
10 വരെ പോകുന്നതിലും കുഴപ്പമില്ല. പക്ഷെ 10ൽ നിന്ന് ആരെ മാറ്റണം? 9നെ മാറ്റിക്കളയണം. സിമ്പിൾ. ഇതെല്ലാ വാല്യൂസും കൂടെ കൊടുക്കൂ. 6 ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ -8. -8 അല്ലേ? അതെ, -8. ചിലപ്പോൾ അവർ മൈനസ് ആൽഫ എന്നൊക്കെ തരുവേ, പണിയാവും. ബീറ്റ എന്ന് പറയുന്നത് 2/3, ഗാമ എന്ന് പറയുന്നത് 10, ഡെൽറ്റ എന്ന് പറയുന്നത് 9. 6 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -48 പ്ലസ് 4 പ്ലസ് 60 പ്ലസ് 54. ഓക്കെ, 60 - 48 ചെയ്യുമ്പോൾ 12 കിട്ടും. 12 + 2 16 കിട്ടും. 54 + 16 70 ആൻസർ കിട്ടും. ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഈസി. ഇൻവേഴ്സും ലോഗരിതവും സ്ഥിരമായി ഡൊമൈന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ. ഇപ്പം ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റു പല ഡേയിലെ പേപ്പർ ഡിസ്കസ് ചെയ്തതിൽ വളരെ സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി ലാസ്റ്റ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പ്രശ്നമൊന്നും എനിക്കറിയില്ല. ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കാറ്റഗറിയിൽ ഇത് ചെയ്യാം. f(x) കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഡ്യൂട്ടി. സോ ഡിഫറൻഷിയേറ്റ് ദിസ് ഫംഗ്ഷൻ. ഡിഫറൻഷിയേറ്റ് ദിസ് 6 ഇൻറ്റു f(x). ഹിയർ അപ്ലൈ ലെബനിറ്റ്സ് റൂൾ. 6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് അപ്പർ ലിമിറ്റ് ഇൻറ്റു അപ്ലൈങ് പ്രോഡക്റ്റ് റൂൾ ഹിയർ 3x ഇൻറ്റു f(x) പ്ലസ് 3f(x) പ്ലസ് 3x² - 0. ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ഇത് പുറത്തേക്ക് വന്നാൽ 3f(x) ഈക്വൽ ടു 3x(f'(x) പ്ലസ് 3x². 3 കംപ്ലീറ്റ് കട്ട് ചെയ്തു. ഇനി ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് നടത്തുക കേട്ടോ. ദാറ്റ് ഈസ് -x² ഈക്വൽ ടു x(f'(x) മൈനസ് f(x). ഈ x² താഴേക്ക് കൊണ്ടുപോയാൽ x(f'(x) മൈനസ് f(x) ബൈ x² ഈക്വൽ ടു -1. x² കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാണെന്നറിയാമോ? ലെഫ്റ്റ് സൈഡിനെ നമുക്ക് എക്സാക്ട് ഡിഫറൻഷ്യലിൻ്റെ ഫോമിൽ എത്തിക്കാം. f(x) ബൈ x ഈക്വൽ ടു -1 അല്ലേ? അപ്ലൈങ് കോഷ്യന്റ് റൂൾ. Denominator into derivative of numerator minus numerator into derivative of denominator by x². Exact differential. Then integrate. വളരെ പെട്ടെന്ന് കഴിഞ്ഞു. f(x) by x equal to -x plus c. That implies f(x) equal to -x² plus cx. നമുക്ക് എന്ത് വേണം? നമുക്ക് സിയുടെ വാല്യൂ വേണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സിന് 1 എന്ന് കൊടുത്താൽ പുട്ട് എക്സ് ഈക്വൽ ടു 1 ഹിയർ. എക്സിന് 1 കൊടുത്തേ. 1 to 1 അത് ടൈം 0 ആയിപ്പോയി. ഇൻ്റഗ്രൽ 1 to 1 0 ആയിപ്പോയി. ഈക്വൽ ടു 3f(1) പ്ലസ് 1 - 4 എന്ന് കിട്ടും അല്ലേ? എക്സിന് 1 കൊടുത്തു. 1 to 1 0. 3 × 1 3 വരും. f(1) വരും. 1 വരും. 4 വരും. 1 - 4 -3 വരും. ലെഫ്റ്റിലേക്ക് വന്നാൽ വി ഗെറ്റ് f(1) ഈക്വൽ ടു 1. അതായത് എക്സിന് 1 കൊടുത്താൽ f(1) 1 ആണ്. അതിവിടെ കൊടുത്താൽ 1 ഈക്വൽ ടു -1 പ്ലസ് c. സോ c ഈക്വൽ ടു 2 എന്നാണ് ഇവിടെ വരുന്നത്. തെറ്റില്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന f(x) എന്ന് പറയുന്നത് -x² പ്ലസ് 2x ആയിരിക്കും. f(2) എന്ന് പറഞ്ഞാൽ എക്സിന് 2 കൊടുത്താൽ -4 പ്ലസ് 4. തെറ്റിയോ? സീറോ ആയി പോകുന്നു. f(3) എന്ന് പറഞ്ഞാൽ -9 പ്ലസ് 6 കിട്ടുന്നു, വിച്ച് ഈസ് -3 വരുന്നു, വിച്ച് ഈസ് 0 വരുന്നു. f(2) മൈനസ് f(3) എന്ന് പറഞ്ഞാൽ 0 മൈനസ് -3 ഇല്ല, 3 കിട്ടുന്നുണ്ട്. ഓപ്ഷൻ ശരിയാണ്, കറക്റ്റ്. ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഫെമിലിയർ ആണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ദ സൊല്യൂഷൻ ഓഫ് ഇതും ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ട് വിധത്തിൽ ചെയ്യാം. ഹോമോജീനിയസ് കാറ്റഗറിയിൽ എടുത്ത്
നിങ്ങൾക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. y ഈക്വൽ ടു വി എക്സ് എന്ന് കൊടുത്ത് ഞാൻ അതിൽ എളുപ്പമുള്ളൊരു ടെക്നിക്ക് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് എക്സാക്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഫോമുകളെല്ലാം പഠിക്കണം കേട്ടോ. കുറേയധികം ഫോമുകളുണ്ട്. NCERT-യിലില്ല, JEE ലെവൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ അറേഞ്ച്മെൻറ്റുകൾ നടത്തുക. എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ എന്നെഴുതി സീക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇട്ടു. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ ഓഫ് വൈ ബൈ എക്സ് കിട്ടി ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് ചെറിയൊരു പ്രശ്നമുണ്ട്. റൈറ്റ് സൈഡ് ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സ് സ്ക്വയറാണ് വരുന്നത്. ഇതകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലേ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഉണ്ടാവും, ഇത് പൊക്കോളും. റൈറ്റ് സൈഡ് ഞാൻ ചെയ്യാൻ പോകുന്നത്, റൈറ്റ് സൈഡിൽ ഡി എക്സ് ഉണ്ട് കേട്ടോ, ഡി എക്സ് ഉണ്ട്. ഞാനിതിപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരു എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ്. എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ് റൈസ് ടു 4 ആക്കണം. അപ്പോൾ എക്സ് റൈസ് ടു 4 ആക്കണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ചെയ്തു, ഇവിടെ ഒരു എക്സ് റൈസ് ടു 4 ചെയ്തു. ആ എക്സ് റൈസ് ടു 4 റൂട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ എക്സ് സ്ക്വയർ ആയില്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ശരിയാവും റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്നായില്ലേ. ഈ എക്സ് റൈസ് ടു 4 റൂട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ എക്സ് സ്ക്വയർ ആയില്ലേ. അല്ല ശരിയാവില്ല, നേരെ തിരിഞ്ഞു പോയി. ഇവിടെ എക്സ് മതി അല്ലേ. അപ്പോൾ ഒരു എക്സ് ഔട്ട് സൈഡ് എടുത്തിട്ട് ഇങ്ങനെ എഴുതി 1/x ഇൻറ്റു ഒരു എക്സ് റൂട്ടിൻ്റെ അകത്തേക്ക് പോയി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ശരിയായില്ലേ. ഈ എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 1/x ആയി, അത് 1/x സ്ക്വയർ കിട്ടിക്കോളും. ദാറ്റ്സ് ഓക്കെ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ 1/x ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ബൈ എക്സ് ദി ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതും. എന്നിട്ട് ഈ ടൈം ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും. ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ബൈ എക്സ് ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1/x dx. ദെൻ ഇൻ്റഗ്രേറ്റ്. ഇത് എക്സാക്റ്റ് ഫോമിൽ വരും. ഈ വൈ ബൈ എക്സിന് ടി എന്ന് കൊടുത്താൽ 1/റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നേക്കണം 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ലോഗ് മോഡ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് ലോഗ് സി. കംപ്ലീറ്റ് ലോഗാണ്. ഇത് എക്സാക്റ്റ് ഫോമിലേക്കുള്ള കൺവേർഷനാണ്. അത് ശരിക്കും നിങ്ങൾ നോക്കണം. ദെൻ വൈ ബൈ എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു സി എക്സ്. ലോഗരിതം കംപ്ലീറ്റ് കളഞ്ഞതാണ്. ഇനി വേണമെങ്കിൽ എക്സ് LCM ആയിട്ട് എടുത്താൽ വൈ പ്ലസ് എക്സ് വൈ പ്ലസ് റൂട്ട് ഓഫ് സി എക്സ് ആട്ടോ. വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈക്വൽ ടു ആ എക്സ് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം ഈക്വൽ ടു സി എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇനി വൈ ഓഫ് 1 0 തന്നിട്ടുണ്ട്. എക്സിന് 1 കൊടുത്താൽ വൈക്ക് 0 കൊടുക്കാന്ന്. എക്സിന് 1 വൈക്ക് 0 0 പ്ലസ് 1 ഈക്വൽ ടു സി, ദാറ്റ് ഈസ് സി ഈക്വൽ ടു 1. അപ്പോൾ വൈ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സി അല്ല എക്സ് സ്ക്വയർ. ഇനി എന്താ പറഞ്ഞേക്കണേ, എക്സിന് 3 കൊടുക്കാൻ. എക്സിന് 3 കൊടുത്താൽ വൈ പ്ലസ് റൂട്ട് ഓഫ് 9 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 9. സിംപ്ലിഫൈ ചെയ്തെടുക്കൂ. 9 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോയി സ്ക്വയർ ചെയ്യുന്നു. 81 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 18y വൈ സ്ക്വയർ കട്ട് 18y ഈക്വൽ ടു 72. 18y ഈക്വൽ ടു 72. S 4 കിട്ടും.
18y is equal to 72. ആൻസർ become 4. ആ എക്സാക്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ടഫ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, y ഈക്വൽ ടു വി എക്സ് കൊടുത്ത് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. y ഈക്വൽ ടു വി എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്തോളൂ, പ്രശ്നമില്ല. അടുത്തത്, ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ, APGPയുടെ ഫോമിൽ വരുന്നു. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ എസ് എന്ന് വിളിക്കുന്നു. 1 പ്ലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ 3 into 1 plus x whole cube, etc. up to 100 into 1 plus x the whole raised to 100. ഇതിൻ്റെ കോമൺ റേഷ്യോ 1 plus x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈം 1 plus x ഹോൾ സ്ക്വയർ വരും, അത് ഇതിൻ്റെ താഴെ എഴുതും. അടുത്ത ടൈം 2 into 1 plus x ഹോൾ ക്യൂബ്, അത് ഇതിൻ്റെ താഴെ എഴുതും. അങ്ങനെ വന്ന് ഇവിടെ വരുന്നത് തൊട്ട് ബാക്കിൽ വരുന്ന ടൈമാണ് 99 into 1 plus x whole raised to 100 plus 100 into 1 plus x whole raised to 101. സബ്ട്രാക്ട് ചെയ്യുന്നു. ഇത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആയതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സബ്ട്രാക്ട് എസ് എസ് കട്ട് മൈനസ് എക്സ് എസ് ഈക്വൽ ടു 1 plus x plus 1 plus x the whole square etc. up to ലാസ്റ്റ് ടൈം 1 plus x whole raised to 100. കാരണം ഇവിടെ 100 ഉണ്ട്, 99 കുറയ്ക്കുന്നു. മൈനസ് വരും കേട്ടോ, ഇത് മൈനസ് 100 ഇൻറ്റു 1 പ്ലസ് എക്സ് ഹോൾ റൈസ് ടു 101. സോ എസ് സീക്വൽ ടു, ഈ മൈനസ് എക്സ് താഴേക്ക് വരും, സെ ജി പി ഇറ്റ്സ് സം എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് എക്സ് r raised to n, that is 1 plus x raised to n minus a into r raised to n minus 1 by r minus 1 minus 100 into 1 plus x whole raised to 101. മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് കട്ട് എസ് ഈക്വൽ ടു നമ്മുടെ ക്വസ്റ്റ്യൻ ഈക്വൽ ടു മൈനസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടൈം പോസിറ്റീവ് ആവും. So 100 into 1 plus x whole raised to 101 by x2 മൈനസ് എക്സ് കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് മൈനസ് ആയി. 1 plus x whole raised to 101 മൈനസ് 1 plus x by x അല്ല എക്സ് സ്ക്വയർ, കാരണം ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്, ഈ എക്സ് താഴേക്ക് വരുന്നു, എക്സ് സ്ക്വയർ. നോക്കൂ, അവർ ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 48 ആണ്. ഇതിനകത്ത് എക്സ് റേസ് ടു 48 വരില്ല. ഇനി ഇവിടെ 100 ഇൻറ്റു താഴെ ഒരു എക്സ് വരുന്നത് കൊണ്ട് ഇവിടെ എക്സ് റേസ് ടു 49 എടുത്താൽ മതി. സി 49 ബൈ എക്സ് വരുമ്പോൾ 48 ആയിക്കോളും. മൈനസ് ഇവിടെ 101 സി 40 എത്രയാണ് വേണ്ടത്, 48 അല്ലേ വേണ്ടത്. 48 വരുമ്പോൾ ഇവിടെ 50 എടുക്കണം, നല്ല ശരിയാവുള്ളൂ. ബൈ എക്സ് സ്ക്വയർ വരുന്നു, ബൈ എക്സ് സ്ക്വയർ വരുന്നു. അപ്പോൾ ഓപ്ഷൻ ഉണ്ടോ? യെസ്. 100 ഇൻറ്റു സോറി ഇവിടെ 101 വരില്ലേ, ഇവിടെ 100 അല്ല, 101 സി 49 ഓക്കെ മൈനസ് 101 സി 50. യെസ്, ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. ഫെമിലിയർ ആയിട്ടുള്ള സ്ഥിരം ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആട്ടോ, അതുകൊണ്ടാണ് ഈ പാറ്റേൺ ഞാൻ സ്വീകരിച്ചത്. നെക്സ്റ്റ് വൺ, set of values of r for which the circle and the circle intersect two distinct points. രണ്ട് സർക്കിളുകളിൽ two circle intersect two distinct points. Two circle intersects two distinct points. കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാം. മോഡ് C1 C2 lies between R1 plus R2 and mod R1 minus R2. രണ്ട് സർക്കിള് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് സർക്കിൾ അതിൻ്റെ സെൻറ്റർ -1 -4, ഇറ്റ്സ് റേഡിയസ് r. സെക്കൻഡ് സർക്കിൾ ഇറ്റ്സ് സെൻറ്റർ 2 -1. 4നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കിട്ടി. സോറി -1 അല്ല കേട്ടോ, +1 തന്നെ വരുള്ളൂ, കാരണം ഈ 2y മൈനസ് അവിടെ ഉണ്ട്. സെക്കൻഡിൻ്റെ റേഡിയസ് √(x² + y² - -4 that is 3. ഓക്കെ,
ഇനി കണ്ടീഷൻ അപ്ലൈ ചെയ്യൂ. മോഡ് ആർ മൈനസ് 3 ലെസ് ദാൻ C1 C2 സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടെ കണ്ടേക്കാം. C1 C2 ഈക്വൽ ടു റൂട്ട് ഓഫ് 2 + 1 ദ ഹോൾ സ്ക്വയർ 9 4 + 1 ദ ഹോൾ സ്ക്വയർ 25. ശരിയല്ലേ? ദാറ്റ് ഈസ് അല്ലേ 2 - 1 3 3 സ്ക്വയർ 9 4 - 1 5 5 25 റൂട്ട് 34 ലെസ് ദാൻ R1 + R2 R + 3. ടേക്ക് 2 കേസസ്. ഇതെടുത്തു. ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ R - 3 ലെസ് ദാൻ റൂട്ട് 34 ലെസ് ദാൻ മൈനസ് റൂട്ട് 34 മോഡ് X ലെസ് ദാൻ A 3 - റൂട്ട് 34 ലെസ് ദാൻ R ലെസ് ദാൻ റൂട്ട് 34 പ്ലസ് R റൂട്ട് 34 പ്ലസ് 3. ഇതിനകത്തുനിന്ന് റൂട്ട് 34 മൈനസ് 3 ലെസ് ദാൻ R. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു കോമൺ റീജിയൻ എടുത്തോളൂ. R ഒന്ന് റൂട്ട് 34 പ്ലസ് 3, മറ്റൊന്ന് 3 - റൂട്ട് 34, മറ്റൊന്ന് റൂട്ട് 34 മൈനസ് 3. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിനേക്കാൾ വലുതാവണം, ഇതിനേക്കാൾ വലുതാവണം, ഇതിനേക്കാൾ ചെറുതുമാവണം. അപ്പോൾ കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഫ്രം ഹിയർ ടു ഹിയർ, അതായത് ആൽഫ കോമ ബീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് 34 മൈനസ് 3 റൂട്ട് 34 പ്ലസ് 3 ആൽഫ ഇൻറ്റു ബീറ്റ 34 മൈനസ് 9 34 മൈനസ് 9 ദാറ്റ് ഈസ് 25. ആൽഫ ഇൻറ്റു ബീറ്റ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോബബിലിറ്റി റാൻഡം വേരിയബിളും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എല്ലാം സമ്മ് 1 ആയിരിക്കും. സോ 2k പ്ലസ് കെ 3k പ്ലസ് കെ 6k പ്ലസ് 2k 6k പ്ലസ് 2k 8k പ്ലസ് k 9k 2k സ്ക്വയർ പ്ലസ് 7k സ്ക്വയർ 9k സ്ക്വയർ പ്ലസ് 10k സ്ക്വയർ ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സം 1 ആയിരിക്കും. SK ഔട്ട്സൈഡ് എടുത്താൽ തെറ്റില്ലെങ്കിൽ 10k പ്ലസ് 1 പറ്റില്ല, ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുമല്ലോ, ഈക്വൽ ടു 0 അല്ലല്ലോ. 10k സ്ക്വയർ പ്ലസ് 9k മൈനസ് 1 ഈക്വൽ ടു 0. പ്രോഡക്റ്റ് മൈനസ് 10 സം 9 നമ്പേഴ്സ് 10k സ്ക്വയർ പ്ലസ് 10k മൈനസ് k മൈനസ് 1 ഈക്വൽ ടു 0. 10k ഇൻറ്റു k പ്ലസ് 1 മൈനസ് k പ്ലസ് 1 ഈക്വൽ ടു 0. k ഈക്വൽ ടു 1/10 k ഈക്വൽ ടു മൈനസ് 1. ഇത് പോസിബിൾ അല്ല, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, നെഗറ്റീവ് അലൗഡ് അല്ല. സോ k ഈക്വൽ ടു 1/10. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി ഫൈൻഡ് ദ വാല്യൂസ് ഫ്രം 3 to 6. p of x less than 3 less than or equal to 6 which is equal to 3 എടുക്കാൻ പറ്റില്ല കേട്ടോ. p of 4 plus p of 5 plus p of 6 എടുക്കാം, ഈക്വൽ ആണ്, which is equal to what is p of 4 2k square, p of 5 2k, p of 6 k square plus k. Simplify this, we get 3k square plus 3k which is 3 into 1/100 plus 3/10. So 100 LCM ആയിട്ട് എടുത്താൽ 3 plus 30 33/100 3.33 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നതാണ്, പ്രോബബിലിറ്റിയിലായാലും. ലെങ്തി ക്വസ്റ്റ്യൻ. ഇതത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സൊല്യൂഷൻ. ക്വാഡ്രാറ്റിക്കിലെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
അല്ലേ? 3 കേസായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ് വരുന്ന ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് -4ഉം -2. അതായത് മോഡുലസ് ഫംഗ്ഷൻ ഞാൻ =0 എന്ന് കൊടുത്തു, -4 -2 സ്പ്ലിറ്റ് ചെയ്യുകയാണ്. -4 -∞ ലെസ് ദാൻ x ലെസ് ദാൻ -4, -4 ലെസ് ദാൻ x ലെസ് ദാൻ -2, x greater than or equal to -2. There are 4 cases. Okay. Then -4 ഇൻഫിനിറ്റിക്കും -4 ഇടയ്ക്കാണെങ്കിൽ ഇതെല്ലാം നെഗറ്റീവ് വരും. That become -x² -4x -3x -6 plus 10 equal to 0. Then x² plus 7x, ശരിയല്ലേ? x² plus 7x -4 is equal to 0. ഈ ഇക്വേഷൻ എടുത്തു. ഇതാണ് ഒരു ഇക്വേഷൻ. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് എടുത്താൽ b² -4ac പോസിറ്റീവ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം നമുക്ക്. x equal to b² -7 plus or minus root of b² plus 4ac 16/2, which is equal to -7 plus or minus 49 50 65/2 -7 plus or minus ഒരു 8 എടുത്തു /2 അപ്രോക്സിമേറ്റ്ലി അല്ലേ, -b plus or minus root of b² -4ac/2a. 1/2 എടുക്കാൻ പറ്റില്ല, -15/2 എടുക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും, 1 സൊല്യൂഷൻ. 2 വാല്യൂസ് ഉണ്ട്, പക്ഷേ ഈ ഇന്റർവെല്ലിലാണോ എന്ന് ചെക്ക് ചെയ്യണേ, മറക്കരുത്. ഇതിനകത്ത് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? -4നും -2നും ഇടയ്ക്കാം. സോ ദിസ് ബിക്കം പോസിറ്റീവ്. x² plus 4x ഇത് പോസിറ്റീവ് ആയിരിക്കും, -4നേക്കാൾ വലുതാ. ഇത് നെഗറ്റീവ് ആയിരിക്കും. -3x -6 plus 10 equal to 0 അല്ലേ? -4ന് ഇടയ്ക്കാവുമ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഈ ഇന്റർവെല്ലിൽ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുന്നു വിചാരിച്ചാൽ മതി. ദിസ് ബിക്കം x² plus x plus 4 is equal to 0. ശരിയാണെങ്കിൽ അതെ. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് കാണുമ്പോൾ പ്രശ്നമായി മക്കളെ. 1 minus 16 വരും, which is negative. No solution. Next, x greater than or equal to -2 എല്ലാം പോസിറ്റീവ് വരും. അപ്പോൾ x² വരും, 4x plus 3x 7x വരും, 6 plus 9 16 വരും, equal to 0. ഇതിന്റെ ഡിസ്ക്രിമിനന്റ് ഉണ്ടോ? 14 minus 64 വരും. This become negative. No solution. സോ ഈ കേസിലും സൊല്യൂഷൻ ഇല്ല. ഇവിടെ മാത്രം ഒരു സൊല്യൂഷൻ ഉണ്ട്. തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന മോഡൽ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വന്നിരിക്കുന്നു, -π/2 to π/2 വന്നിരിക്കുന്നു. സ്പ്ലിറ്റ് ചെയ്യാം. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഇൻറ്റിജർ വാല്യൂസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? അവര് എക്സിന്റെ വാല്യൂ പറയുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? -1.57 മുതൽ 1.57 വരെയാണ് പറയുന്നത് എക്സിന്റെ വാല്യൂസ്. എക്സിന്റെ വാല്യൂ പറയുന്നത് -1.5 മുതൽ -1 0 1 1.5 2 -2. അവർ എക്സിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ, ബിറ്റ്വീൻ ദിസ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് പറയാമോ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എക്സിന് വരാവുന്നതേ ഇവിടത്തെയൊക്കെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ബാക്കിലുള്ള ഇന്റിജർ കിട്ടും. അപ്പം -2 കിട്ടും, -1 കിട്ടും, 0 കിട്ടും, 1 കിട്ടും, 2 കിട്ടില്ല കേട്ടോ. ഇതിന്റെ ബാക്കിലേക്കുള്ള വാല്യൂസ്, ഇത്രയും വാല്യൂസ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് എക്സിന് കിട്ടും. ഓക്കെ, അത് അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്റഗ്രൽ -π/2 മുതൽ -1.5 മുതൽ -1 വരെ കൊടുക്കുമ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ -2 ആയിരിക്കും. അപ്പോൾ 1/2 എന്ന് കിട്ടും. പിന്നെ -1 മുതൽ 0 വരെ കൊടുക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിന്റെ ആൻസർ -1 ആയിരിക്കും. അപ്പോൾ 1/3 വരും. പിന്നെ 0 മുതൽ 1 വരെ കൊടുക്കുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജറിന്റെ ആൻസർ 0 ആയിരിക്കും.
അപ്പോൾ 1/4 വരും. 1 മുതൽ 1.5 വരെ, അതായത് π/2 വരെ, π/2 വരെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. അപ്പോൾ 1/5 വരും. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇൻറ്റിജർ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. മോഡുലസ് ആണെങ്കിൽ പ്ലസ് മൈനസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. ഇനി x/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തു പോകും കേട്ടോ. 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് -1 പ്ലസ് π/2 വരും, പ്ലസ് 1/3 ഇൻറ്റു 0 പ്ലസ് 1 വരും അപ്പർ മൈനസ് ലോവർ, പ്ലസ് 1/4 ഇൻറ്റു 1 മൈനസ് 0 വരും, പ്ലസ് 1/5 ഇൻറ്റു π/2 മൈനസ് 1 വരും. ദെൻ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ π/2ൻ്റെ ടേമുകൾ വരുന്നത് ഒരു π/4 വരും, പിന്നെ ഒരു π/10 വരും. ദെൻ കോൺസ്റ്റൻറ്റ് വരുന്നത് -1/2 പ്ലസ് 1/3 പ്ലസ് 1/4 -1/2 പ്ലസ് 1/3 പ്ലസ് 1/4 -1/5. ഇത്രയാണ് കോൺസ്റ്റൻറ്റുകൾ വരുന്നത്. ഓക്കെ, ഇതിനകത്തിപ്പോൾ ഒരു 60 LCO എടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. 60 LCO എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തിപ്പോൾ 60 LCM എടുത്തു കഴിഞ്ഞാൽ 60 കോമൺ ആയിട്ട് വരും. ഇവിടെ വരുന്നത് പൈയുടെ കേസ് വരുന്നത് നോക്കൂ, അല്ലേ കണ്ടു ഇത് അല്ലെ 60 LCM എടുത്താൽ കുഴപ്പമൊന്നുമില്ല. പൈയുടെ കേസ് വരുന്നത് 15π പ്ലസ് 6 21π വരും. ഇനി -30 വരും, ഇവിടെ പ്ലസ് 60 20 വരും, ഇവിടെ 15 വരും, -12 വരും. സിംപ്ലിഫൈ ചെയ്തെടുക്കുക. 21π 20 -10 വരും, 5 വരും, 5 - 12 7 വരും, /60. 7 പുറത്തേക്ക് എടുത്താൽ 7/60 ഇൻറ്റു 3π - 1 ഫസ്റ്റ് ഓപ്ഷൻ കിട്ടും. സിമ്പിൾ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ സ്ഥിരമായി ചെയ്യുന്നതാണ്, സ്പ്ലിറ്റ് ചെയ്യുക, ദെൻ അപ്പർ മൈനസ് ലോവർ. ഇനി ഇൻറ്റിജർ ടൈപ്പിലേക്ക് പോയാൽ ഇത് സാധാരണ ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ. cos സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ b. ഫോർമുല എന്താണ്? cos a പ്ലസ് b, cos a പ്ലസ് b ഇൻറ്റു cos a മൈനസ് b ബൈ ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ a മൈനസ് സൈൻ സ്ക്വയർ b, സൈൻ a പ്ലസ് b ഇൻറ്റു സൈൻ a മൈനസ് b, which is equal to, simplify this, 48 plus 12 60 cos 60 1/2 into sin not cos 48 36 by sin 30, that is 1/2 into sin 18. ആ വാല്യൂസ് ഓർത്തിരുന്നാൽ മതി. cos 36 √5 മൈനസ് 1/4 അല്ലേ, ഇത് √5 പ്ലസ് 1/4, 4 കട്ട് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ √5 - 1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 5 - 2 √5. മൈനസ് ആണോ പ്ലസ് ആണോ വാല്യൂ നേരെ തിരിഞ്ഞു പോയെന്നോ ചെറിയ സംശയം. വാല്യൂവിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. √5 പ്ലസ് 1/4 ബൈ, കാരണം ഇവിടെ ഈ മൈനസ് കണ്ടപ്പോഴാണ് പ്ലസ് കണ്ടപ്പോഴാണ് എനിക്കത് ക്ലിക്കായത്. അപ്പോൾ +2 √5 പ്ലസ് 1 ബൈ കോഞ്ചുഗേറ്റ് കൊണ്ട് 4 എന്ന് വരും, a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, വിച്ച് ഈസ് 3 പ്ലസ് √5/2 വരും. 2 വെച്ച് കട്ട് ചെയ്താൽ, സോ 3 + 1 ആൻസർ 4 കിട്ടും. ആൽഫ എന്ന് പറയുന്നത് 3, ബീറ്റ എന്ന് പറയുന്നത് 1. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ വാല്യൂ മാത്രം ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വൺ, ABC is a triangle. ABC is a triangle. Just draw a triangle ABC. ABC is a triangle. P1, P2, P3, P4 on side AB. P1, P2, P3, P4 4 പോയിന്റ് അല്ലേ. എ ബി, ബി സിയിൽ എത്രയുണ്ട്?
5 പോയിന്റ്സ്. 1 2 3 4 5. ഇവിടെ 5, ഇവിടെ 4. എ സിയിലോ 4 പോയിന്റ്, ഇവിടെ 4 പോയിന്റ്. നൺ ഓഫ് ദ പോയിന്റ്സ് ആർ ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഈ പോയിന്റ്സ് ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് അല്ല. ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് പെന്റഗൺ. പെന്റഗൺ എത്ര പോയിന്റ് എടുക്കണം? 5 പോയിന്റ് എടുക്കണം. ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ടേക്കിംഗ് ദീസ് പോയിന്റ്സ്. ഈ പോയിന്റ് എടുത്ത് പെന്റഗൺ വരയ്ക്കാം. പറഞ്ഞോളൂ. സി, ഒരു കേസ് ഞാനിപ്പോൾ എ ബി, പിന്നെ ബി സി, എ സി അങ്ങനെയായിട്ട് എടുക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് കേസ് എ ബിയിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു, 4C1. ബി സിയിൽ നിന്ന് 2 പോയിന്റ് എടുത്തു, എ സിയിൽ നിന്ന് 2 പോയിന്റ് എടുത്തു. അപ്പോൾ 5 പോയിന്റ് ആയില്ലേ? 2. എ ബിയിൽ നിന്ന് 2 പോയിന്റ് എടുത്തു, ബി സിയിൽ നിന്ന് 2 പോയിന്റ് എടുത്തു, എ സിയിൽ നിന്ന് 1 പോയിന്റ് എടുത്തു. 3. എ ബിയിൽ നിന്ന് 2 പോയിന്റ് എടുത്തു, ബി സിയിൽ നിന്ന് 1 ആക്കി, എ സിയിൽ നിന്ന് 2 ആക്കി. സിംപ്ലിഫൈ ചെയ്താൽ മതി. യെസ്, 5C2 10 കിട്ടും. അപ്പോൾ 4 × 10 × 4 × 3 6 വരും അല്ലേ? 6 വരും. അപ്പോൾ 240 കിട്ടും. ഇതും സെയിം തന്നെയല്ലേ കിട്ടുക? 240 കിട്ടും അല്ലേ? ഇത് 6 അല്ലേ വരിക? 6 × 6 36 × 5 അല്ലേ? 36 × 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 240 ഇത് 240 വരും. 240 244 80 വരും. ഇത് 120 വരും അല്ലേ? 6 30 3 15 അല്ല 120 അല്ലല്ലോ, 30 5 15 180 വരും. 180. യെസ്. അപ്പോൾ 660 കിട്ടും. 660 കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. 660. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇത് ഇന്റഗ്രൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം കോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. കുറച്ച് സമയം എടുത്തേക്കും ചിലപ്പോൾ കോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്റഗ്രൽ ഓഫ്, ഞാനിവിടെ ചെയ്യുന്നത് കോസ് ബൈ സൈൻ അല്ലേ കോട്ട് വരിക. അപ്പോൾ സൈൻ റൈസ് ടു -5/2 x കൊണ്ട് ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇന്റഗ്രൽ sin x റൈസ് ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5/2 പ്ലസ് -11/2 വരും. -5/2 x ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അത് കോട്ട് വരും. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു കോട്ട് -5/2 x ഇൻറ്റു ഇത് -5/2 പ്ലസ് -11/2 16/2 വരും. 8 വരും. സൈൻ റൈസ് ടു -8 വരും. സൈൻ റൈസ് ടു -8നെ 1/sin റൈസ് ടു 8 എഴുതും. 1/sin റൈസ് ടു 8 എന്താവും? കൊസീക്ക് റൈസ് ടു 8 ആവും. കൊസീക്ക് റൈസ് ടു എന്തെഴുതും? കൊസീക്ക് റൈസ് ടു 8 എന്നുള്ളതിനെ കൊസീക്ക് ക്യൂബ് എക്സ് അല്ലെ, വേണ്ട, കൊസീക്ക് സ്ക്വയർ എക്സ് ദ ഹോൾ ക്യൂബ് ഇൻറ്റു കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എൽ. ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കൂട്ടോ. ഇതൊക്കെ ഇത് സൈൻ റൈസ് ടു -8 വരും. സൈൻ റൈസ് ടു -8നെ 1/sin റൈസ് ടു 8 ആക്കും. അപ്പോൾ കൊസീക്ക് റൈസ് ടു 8 ആവും. കൊസീക്ക് റൈസ് ടു 8നെ കൊസീക്ക് റൈസ് ടു 6 ഇൻറ്റു കൊസീക്ക് സ്ക്വയർ ആക്കും. കൊസീക്ക് റൈസ് ടു 6നെ കൊസീക്ക് സ്ക്വയർ ഹോൾ ക്യൂബ് ആക്കും. ഇനിയോ ഇന്റഗ്രൽ കോട്ടെക്സ് റൈസ് ടു -5/2 ഇൻറ്റു 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റു ഹോൾ ക്യൂബ് ഇൻറ്റു കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. എൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, കോട്ടെക്സിന് ടി എന്ന് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയമെടുക്കും ചെയ്തെടുക്കാൻ.
ടി ഈക്വൽ ടു കോട്ട് എക്സ് എന്ന് കൊടുത്താൽ ടി ടി എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വരും കേട്ടോ, ഇവിടെ ഒരു മൈനസ് വരും. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ടി റൈസ് ടു മൈനസ് 5/2 ഇൻറ്റു ഇത് 1 പ്ലസ് ടി സ്ക്വയർ ഹോൾ ക്യൂബ് 1 പ്ലസ് 3 ടി സ്ക്വയർ പ്ലസ് 3 ടി റൈസ് ടു 4 പ്ലസ് ടി റൈസ് ടു 6 എ പ്ലസ് ബി ഹോൾ ക്യൂബ് കോട്ടെക്സിനായിട്ട് ചെയ്യുന്ന കൊടുത്തുള്ളൂ. അപ്പോൾ ടി സ്ക്വയർ വരും ഇൻറ്റു ഡി ടി. ആ മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇതകത്തേക്ക് ഇല്ലും ടി റൈസ് ടു, ഞാൻ ഇൻ്റഗ്രേഷൻ എല്ലാം കൂടെ ഒന്ന് ചെയ്യാം, തെറ്റാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ടി റൈസ് ടു മൈനസ് 5/2 അതിൻ്റെ ഇൻ്റഗ്രൽ ടി റൈസ് ടു മൈനസ് 3/2 ബൈ മൈനസ് 3/2 പ്ലസ് മൈനസ് 5/2 പ്ലസ് 2 മൈനസ് 1/2 അല്ലേ, മൈനസ് 5/2 പ്ലസ് 2 4 മൈനസ് 5 മൈനസ് 1/2 മൈനസ് 1/2 പ്ലസ് 1 സോ 3 ഇൻറ്റു ടി റൈസ് ടു 1/2 ബൈ 1/2 പ്ലസ് 3 ഇൻറ്റു ഇതും കൂടെ അല്ലട്ടെ. അപ്പോൾ 4 ഇൻറ്റു 2 8 മൈനസ് 5 3, അപ്പോൾ 3/2 വരും. അപ്പോൾ ടി റൈസ് ടു 3/2 പ്ലസ് 1 5/2 ബൈ 5/2 പ്ലസ് ഇതകത്തേക്ക് ചെല്ലുമ്പോൾ 12 മൈനസ് 5 7/2 വരും. 7/2 പ്ലസ് 1 ദാറ്റ് ഈസ് ടി റൈസ് ടു 9/2 ബൈ 9/2 പ്ലസ് സി. അപ്പോൾ ആദ്യം ഇത് കുഴപ്പമില്ല, ഈ മൈനസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ 9/2 വരില്ലേ, അപ്പം മൈനസ് 9/2 വരും ആദ്യത്തെ ടി റൈസ് ടു 9/2, അത് ഓക്കെയാണ്. അടുത്തത് 5/2 തെറ്റിയിട്ടില്ലെങ്കിൽ മൈനസ് അകത്തേക്ക് ചെല്ലുമ്പോൾ 6/5 വരും ടി റൈസ് ടു 5/2, അത് ഓക്കെ ആണെങ്കിൽ. അടുത്തത് 6 മതി, മൈനസ് അവിടെ തെറ്റിയെന്ന് തോന്നുന്നു, ഫ്രാക്ഷൻ വരുന്നില്ല, നോക്കാം. -6 ടി റൈസ് ടു 1/2 പ്ലസ് ഇത് മൈനസ് പ്ലസ് വരും, അത് സമ്മതിച്ചു. -3/2 2/3 വരും, 2/3 ടി റൈസ് ടു -3/2. സോ 15 ഇൻറ്റു P1 P2 P3 P4 ഈ ന്യൂമറേറ്ററിൽ വരുന്ന എല്ലാം എടുക്കാം. അങ്ങനെയാണെങ്കിൽ 9 ഇൻറ്റു 6 ഇൻറ്റു 6 അല്ല, ഇവിടെ പ്ലസ് തന്നെയല്ലേ, പ്ലസ് ആണ്. 6 ഇൻറ്റു 2 ബൈ 2 ഇൻറ്റു 5 ഇൻറ്റു 1 ഇൻറ്റു 3 കിട്ടണ്ടോന്ന് നോക്കൂ. 2 ഇൻറ്റു 3 6 കട്ട്, വേറെ ഒന്നും കട്ടാവുന്നില്ല, ഇല്ല. 5 ഇത് കട്ട്. ഇവിടെ ഒരു ചെറിയ ടൈമിൽ തെറ്റിയില്ലേ, ഇത് മാത്രം, ഈ ഒരു ടൈം മാത്രം എവിടെയാണ് തെറ്റിയത്? 2/9 അല്ലായിരുന്നോ? അപ്പോൾ ഇവിടെ 2/9 വരും അല്ലേ, 2/9 വരും. അപ്പോൾ 2/9 വരും. ദെൻ 3 6 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ 2 വരും അല്ലേ. 3 കട്ട് ചെയ്ത് പോയി ഇവിടെ കട്ടായി പോകും. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 16 കിട്ടും. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഈസ് 16. ആൻസർ ബിക്കം 16. കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. That gives it's a plus A transpose equal to 0. So first step I write A transpose equal to minus A. So it is skew symmetric. It is skew symmetric. A is taken as 0, 0, 0, A minus A, B minus B, C minus C. Since it is skew symmetric, A into 1 minus 1, 0 is equal to 3, 3, 2 തന്നേക്കണേയാണ്. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്താൽ 0 മൈനസ് എ സീക്വൽ ടു 3 എന്ന് കിട്ടി. ഫ്രം എ ദാറ്റ് ഈസ് എ സീക്വൽ ടു -3. ഇനി
തേർഡ് റോയും എടുത്താൽ മൈനസ് ബി പ്ലസ് സി സീക്വൽ ടു 2 വരും, സി ഈക്വൽ ടു ബി പ്ലസ് 2. 2 കണ്ടീഷൻ കിട്ടി. ദെൻ നമുക്ക് ഇതിനകത്തുനിന്ന് തേർഡ് പോയിന്റ് എടുത്താൽ, സെക്കൻഡ് പോയിന്റ് എടുത്താൽ എ സ്ക്വയർ ഇൻറ്റു, ഞാൻ ഇതിനൊരു കാര്യം ചെയ്യുകയാണ്, എ ഇൻറ്റു 1 മൈനസ് 1 0 എന്ന് എഴുതുവാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എ തന്നെ എഴുതി, എ സ്ക്വയർ ആണ് 0 എ ബി മൈനസ് എ 0 സി മൈനസ് ബി മൈനസ് സി 0 ഇൻറ്റു, ശ്രദ്ധിക്കൂ, എ സ്ക്വയർ കാണണമെങ്കിൽ ഇവിടെ എ ഇൻറ്റു എ കാണണം, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ചെയ്തത് എ സ്ക്വയറിനെ എ ഇൻറ്റു എ ആക്കിയിട്ട് എ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, എ ഇൻറ്റു ദിസ് അവരിവിടെ തന്നിട്ടുണ്ട്, അതെടുത്ത് അവിടെ കൊടുത്തു, 3 3 2 വിച്ച് ഈസ് ഈക്വൽ ടു -3 19 -24. ദെൻ മൾട്ടിപ്ലൈ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബി കിട്ടിയാൽ പോരെ. ഫസ്റ്റ് റോ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടും. സി 3a പ്ലസ് 2b സീക്വൽ ടു -3 കിട്ടി. എ -3 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 2b സീക്വൽ ടു 6 കിട്ടും, ബി സീക്വൽ ടു 3 കിട്ടും. ശരിയല്ലേ? -3 കൊടുത്തു, അപ്പുറം ചെല്ലുമ്പോൾ +9 ആവും. ബി ഈക്വൽ ടു 3 കിട്ടും. അപ്പോൾ സി ഈക്വൽ ടു 5 കിട്ടും. സോ മെട്രിക്സ് എ കിട്ടി. എല്ലാം കൂടെ ചെയ്യാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതുവാണത്. മെട്രിക്സ് എ എന്ന് പറയുന്നത് 0, എ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഡിറ്റർമിനൻറ്റ് വേണ്ട. 0, എ എന്ന് പറയുന്നത് -3 3 0. ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്നത് 3 -3, സി എന്ന് പറയുന്നത് 5 -5 0. സി ഇവിടെ ഡിറ്റർമിനൻറ്റ്, സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് ഓഫ് 2 ഇൻറ്റു അഡ്ജ് ഓഫ് 2 പ്ലസ് ഐ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഒരു അഡ്ജ് പോകുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് 2 അഡ്ജ് ഓഫ് 2 അല്ല കേട്ടോ, എ പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ വരും. ഒരു അഡ്ജ് പോകുമ്പോൾ റേസ് ടു n-1. ഈ 2 ഡിറ്റർമിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഓർഡർ 3 ആയതുകൊണ്ട് 2 ക്യൂബ് വരും. ഓൾ റേസ് ടു 2 വരുന്നതുകൊണ്ട് 2 റേസ് ടു 6 കിട്ടും. എന്നോട് പറയാം, ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ എന്ന് പറഞ്ഞാൽ കെ റേസ് ടു n ആണ്. അപ്പോൾ 2 റേസ് ടു 3 വരും, 2 റേസ് ടു 6 വരും, ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജ് ഓഫ് എ പ്ലസ് ഐ the whole square. This become 2 raised to 6 into determinant of a plus I the whole raised to n-1 വരും. അപ്പോൾ അത് 2 വരും. ഹോൾ റേസ് ടു 2 വരുമ്പോൾ ഹോൾ റേസ് ടു 4 വരും. അപ്പം ഇനി ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ഐ മാത്രം ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഡിറ്റർമിനൻറ്റ് ഓഫ് എ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഐ ആഡ് ചെയ്താൽ മതി. 1 -3 3 ഐഡൻറ്റിറ്റി, 3 1 5 ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഡയഗണലിൽ 1 ആഡ് ചെയ്താൽ പോരെ. -3 -5 1. Simplify this. 1 into 1 plus 25. ശരിയല്ലേ? 1 into 1 plus 25 26 വരും. അടുത്തത് -3, അപ്പോൾ +3 into 3 plus 8 അല്ലേ? 3 plus 15, 3 plus 15 18 വരും. +3 into -15 plus 3 -12 വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 44 എന്ന് കിട്ടും. കാൽക്കുലേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്തോളൂ. 44 കിട്ടും. സോ ഇത് കിട്ടുന്നത് 2 റേസ് ടു 6 ഇൻറ്റു 44 എന്ന് വെച്ചാൽ 11 ഇൻറ്റു 4, 2 റേസ് ടു 8 ഇൻറ്റു 11 റേസ് ടു 4 എന്ന് വരും. സോ 2 റേസ് ടു 14 ഇൻറ്റു 11 റേസ് ടു 4 വരും. 2 റേസ് ടു 14 ഇൻറ്റു 11 റേസ് ടു 4. ആൽഫ എന്ന് പറയുന്നത് 14ഉം ആൽഫ എന്ന് പറയുന്നത് 14. ഇതിനകത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ 14, ബീറ്റ 0, ഗാമ 4 എന്നും വരും. കാരണം ബീറ്റയുടെ ടൈം അവിടെ ഇല്ല. സോ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആൻസർ ബിക്കം 18.
ആൻസർ ബിക്കം 18. സിംപ്ലിഫിക്കേഷൻ ചെയ്ത് നോക്കിക്കോളണം കേട്ടോ. നെക്സ്റ്റ്, ഇത് കോംപ്ലക്സ് നമ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഒമേഗയും ബീറ്റ എന്ന് പറയുന്നാൽ ഒമേഗ സ്ക്വയറുമാണ്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 7 മൈനസ് 7 ഒമേഗ പ്ലസ് 9 ഒമേഗ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 20 പ്ലസ് 9 പ്ലസ് നോക്കിക്കോളൂ, ഒരു സ്റ്റെപ്പ് എഴുതിയേക്കാം. 7 ഒമേഗ മൈനസ് 7 ഒമേഗ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 20 മൈനസ് 7 പ്ലസ് 9 ഒമേഗ പ്ലസ് 7 ഒമേഗ സ്ക്വയർ ഹോൾ റൈസ് ടു 20 പ്ലസ് 14 പ്ലസ് 7 ഒമേഗ പ്ലസ് 7 ഒമേഗ സ്ക്വയർ ഹോൾ റൈസ് ടു 20. ഞാൻ ഇതിനെല്ലാം ഒരേ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. ഈ ടൈം അങ്ങനെ എഴുതും, സെയിം. പ്ലസ് ഇതേ ടൈം തന്നെ വരണമെങ്കിൽ ഞാനൊരു ഒമേഗ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഒമേഗ റൈസ് ടു 20 വരും കേട്ടോ. ഇതങ്ങനെ തന്നെ എഴുതി 7 മൈനസ് 7 ഒമേഗ പ്ലസ് 9 ഒമേഗ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 20. ഇതിനകത്ത് ഒമേഗ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഒമേഗ റൈസ് ടു 20 വരും. അപ്പോൾ ഒമേഗ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ 9 ബൈ ഒമേഗ വരില്ലേ? 9 ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ 9ന് പകരം 9 ഒമേഗ ക്യൂബ് എന്ന് എഴുതും. കാരണം ഒമേഗ റൈസ് ടു 3 1 ആണ്. അപ്പോൾ ഇവിടെ 9 ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ 9 ഒമേഗ ക്യൂബ് ബൈ ഒമേഗ എഴുതും. അപ്പോൾ ഈ ടൈം 9 ഒമേഗ സ്ക്വയർ പ്ലസ് 7 മൈനസ് 7 ഒമേഗ ദ ഹോൾ റൈസ് ടു 20. ഞാൻ ഈ ചെയ്യുന്നതുണ്ടല്ലോ ഇതേ ബ്രാക്കറ്റ് തന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് അടുത്ത ടൈമിൽ നിന്ന് ഞാൻ ഒമേഗ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കും. അപ്പോൾ ഒമേഗ റൈസ് ടു 40 ഇൻറ്റു, അപ്പം മൈനസ് 7 ബൈ ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ ഒമേഗ ക്യൂബ് ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 7 ഒമേഗ വരും, ബൈ ഒമേഗ സ്ക്വയർ വരും, ദാറ്റ് ഈസ് 9 ഒമേഗ സ്ക്വയർ വരും, പ്ലസ് 7 ദ ഹോൾ റൈസ് ടു 20. പ്ലസ് ഈ ടൈമിനെ ഞാൻ 14 എന്നുള്ളതിനെ 7 പ്ലസ് ബാക്കിയുള്ള ടൈമിൽ നിന്ന് 14നെ 7 പ്ലസ് 7 ആക്കും. ഒരു 7 ഔട്ട് സൈഡ് എടുക്കും. 1 പ്ലസ് ഒമേഗ സ്ക്വയർ വരും, ഹോൾ റൈസ് ടു 20. ഇപ്പം എന്ത് സംഭവിക്കും മക്കളെ? ഇത് 0 ആയി പോകും. ഇതെല്ലാം ഔട്ട് സൈഡ് എടുത്താൽ എല്ലാത്തിലും 9 ഒമേഗ സ്ക്വയർ മൈനസ് 7 ഒമേഗ പ്ലസ് 7 എല്ലാത്തിലും കോമൺ അല്ലേ? ഹോൾ റൈസ് ടു 20 അല്ലേ? അതെ. ബാക്കി വരുന്നത് ഇവിടെ 1 ഉണ്ട്, ഇവിടെ ഒമേഗ റൈസ് ടു 20 ഉണ്ട്, ഇവിടെ ഒമേഗ റൈസ് ടു 40 ഉണ്ട്, പ്ലസ് ഇവിടെ 7 റൈസ് ടു 20 ഉണ്ട്. ഈ ടൈം 0 ആയിപ്പോയി. ഇനി ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 1 ആയതുകൊണ്ട് ഇത് ഒമേഗ റൈസ് ടു 18 വരെ 1 ആയി പോകും, ബാക്കി ഒമേഗ സ്ക്വയർ വരും. ഇത് ഒമേഗ റൈസ് ടു 39 വരെ 1 ആയി പോകും, ബാക്കി ഒമേഗ വരും. അപ്പോൾ ഈ ടൈം 0 ആവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് 0 ആയി. സോ ആൻസർ ബിക്കം 7 റൈസ് ടു 20. അവർ തന്നിരിക്കുന്നത് m റൈസ് ടു 10 ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 49 റൈസ് ടു 10 which is equal to m raised to 10. So m is equal to what? m is equal to 49. That's answer. m is equal to 49. കംപ്ലീറ്റ് ചെയ്തു. കമ്പാരിറ്റീവ്ലി ഈസി പേപ്പർ ആയിരുന്നു. ഞാൻ അതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് ചെയ്തത്. മറ്റുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന സമയം കൂടുതലുണ്ട്, 2 മണിക്കൂറിൽ കൂടുതൽ പലതും വന്നിട്ടുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ഈസി പേപ്പർ ആയിരുന്നു, കുറച്ച് സ്പീഡിലുമാണ് ചെയ്തത്. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഇട്ടോളൂ, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.